ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ തനൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇന്ന് നോമ്പല്ലേ, അപ്പോൾ നോമ്പായതുകൊണ്ട് ഒരു വെറൈറ്റി വ്ളോഗ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്ന് റംസാൻ കരീമാണ്, അതായത് നോമ്പായതുകൊണ്ട് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തനൂസ് വ്ളോഗിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപേക്ഷിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു വ്ളോഗാണ്, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്ന വീഡിയോ ആണ്, കുഞ്ഞു വ്ളോഗാണ്. അതുപോലെ നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് റെസിപ്പി ആയി ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതായത് എല്ലാവർക്കും അറിയാം, ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഇൻ്റെ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ സമൂസ, തക്കായിട്ട് അങ്ങനെ വെറൈറ്റി ഫുഡ്സ് ഉണ്ടാക്കുകയാണ് ഇന്നത്തെ വ്ളോഗായിട്ട്. എല്ലാവർക്കും സ്വാഗതം. തക്കിൻ്റെ സമൂസ ഉണ്ടാക്കലാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നോമ്പിന് വേണ്ടി നമ്മൾ കുറച്ച് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൈക്ക് നമ്മൾ ഇവിടെ വെക്കട്ടെ. അങ്ങനെ നമുക്ക് കുറച്ച് വിശ്വസം കാണാം. അയ്യോ, കുറച്ചൊക്കെ ആക്കാണ്ട് നമുക്ക് ഇത് കുറച്ച് ഞാൻ ആക്കി വെച്ചതാണ്. ഫുഡ് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാമറ വേറെ ആളാണ് കേട്ടോ ഗൈസ്. നമ്മൾ റൗണ്ടാണ്. ഇപ്പോൾ ഈ റൗണ്ട് അങ്ങനെ അങ്ങനെ നല്ല ഡെക്കറേറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര സുഖം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ സാധനം നമുക്ക് കോഴിമുട്ടാണ് കേട്ടോ. കോഴിമുട്ടും എല്ലാം കൂടി ആക്കി സംഭവമാണ്. കണ്ടില്ലേ ഗൈസ്, നമ്മൾ നല്ല മുക്കുക, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാം കേട്ടോ. ഇതേപോലെ കുറച്ച് കൂടിയായി തോന്നേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രെഡും പൊടിയും എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഇടാം. നല്ല കുറച്ച് മിക്സ് ആവണം കേട്ടോ, കുറച്ച് ബുഡിലാവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഞാൻ ആക്കിയതാണ് കേട്ടോ. ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ഒക്കെ ഞാൻ ഉണ്ടാക്കിയ മുട്ടൻ വാടിച്ച് ഉണ്ടാക്കിയത് കുറച്ചൊക്കെ ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗൈസ്. വാവ്, ഇതാണ് നമുക്ക് തക്ലേറ്റ്, തനൂസ് വ്ളോഗിൻ്റെ തക്ലേറ്റ്. വാവ്, നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കേസ് കെട്ടിച്ച് നമുക്ക് ചൂടാക്കാണ്ട് ഇത് നമുക്ക് ഉച്ചക്ക് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ തക്കായിട്ട് നമ്മൾ ചൂടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താൽ വെച്ചാൽ ഉരുക്കിഴങ്ങും അതുപോലെ കിഴങ്ങും പച്ചമുളകും അതുപോലെ നമ്മൾ ബ്രെഡ് എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി തക്കായിട്ടാണ്, നോമൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നോമൻ ഉണ്ടാക്കാൻ സമൂസ, തക്കായിട്ട്, ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ തക്കായിട്ട് ഉണ്ടാക്കി. അപ്പോൾ അടിപൊളി നമ്മൾ ചിക്കൻ റോളോ ഉണ്ടാക്കുന്ന ഇതാണ്. ഇത് നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോ ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചൂടാക്കണം. നമ്മൾ തനൂസ് വ്ളോഗിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ വീഡിയോ ചെയ്ത് കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു, ട്രിപ്പിൻ്റെ വീഡിയോ ചെയ്തിനി. അത് 2-3 വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയി. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കേസ് കെട്ടിക്കാൻ പോകണം. നമ്മൾ കേസ് കെട്ടിക്കാൻ വെളിച്ചെണ്ണ വേണം, ഓയിൽ വേണം കേസ്. നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളെ വെറൈറ്റി സംഭവമാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊക്കെ കേസറോളാണ് നമ്മൾ കെട്ടിക്കളി. ഇപ്പോൾ സംഭവം കാണിക്കുന്നത് ഇതൊക്കെയാണ് നമ്മളെ കട്ടിക്കളി. ഇത് നമ്മൾ പണ്ട് ചെയ്യുമ്പോൾ ഒക്കെ പേടിയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഈ സാധനം നമുക്ക് കട്ടിക്കാൻ പേടിക്കാൻ ആവശ്യമില്ല. അത് നമ്മൾ ചാർജ് ചെയ്താൽ മതി. ബാറ്ററിയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, ഈ സാധനം ഓണാക്കിയാൽ മതി. ഇവിടെ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. ഇതിങ്ങനെ കേസ് ഓണാക്കിയാൽ ഇവിടെ കട്ടികളും സിമ്പിളാണ്, പേടിക്കുന്ന ആവശ്യമില്ല. കണ്ടിന്യൂ സംഭവമാണ്. നമുക്ക് വെളിച്ചെണ്ണ ഓയിലാക്കി നമുക്ക് ബിസിനസ്സിന് കാണാം. നമുക്ക് തക്കാളിയൊക്കെ ചൂടാക്കണം കേസ്. അപ്പം നമുക്ക് ഓയിൽ ഒഴിക്കാൻ പോകണേ. ഓയിൽ വെച്ചാണ്ടിട്ടോ കേസ്. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് ഓയിൽ കുറച്ച് വീഡിയോ ഓയിൽ കാണില്ല, കുറച്ച് വയ്ക്കല്ലേ. വാവ്, മതി. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആക്കണം. എന്നാലും നമ്മൾ തക്കായിട്ടും സമൂസൊക്കെ രസം ഉണ്ടാവുള്ളൂ. തക്കായിട്ടും സമൂസത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ രസം ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് ചൂടാണോ എന്നാൽ ഇടാൻ കഴിയും കേട്ടോ. നമുക്ക് ഇതൊക്കെ ഇടാൻ പോവാണേ. ഓയിൽ പ്രശ്നം ഇടാൻ പോവാണേ. കുറച്ച് ഓയിൽ വേണം കേട്ടോ. മതി. കുറച്ച് ചൂടാകട്ടെ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇടാം. ഇതിനായിട്ട് നമുക്ക് ഈ പാത്രം, ഈ സംഭവമാണ് കേട്ടോ, ഈ കയ്യിൽ നമുക്ക് നല്ല മറ്റാൻ കഴിയും. കുറച്ച് ഇട്ടാൽ അല്ലെങ്കിൽ നമുക്ക് കണ്ണക്ക് കഴിക്കും, അല്ലെങ്കിൽ കണ്ണിക്ക് പാനി വരും. അപ്പം ഞാൻ അറിയിട്ടാണ് കുക്കിങ് ചെയ്യുന്നത്. അറിയിട്ടല്ല വ്ളോഗ് ചെയ്യുന്നത്, കുക്കിംഗ് വ്ളോഗ് പണ്ടൊക്കെയും ചെയ്തിരുന്നത്.
സോ ഇനി നമുക്ക് കുക്കിംഗ് ബ്ലോഗായി വരാം. റെസിപ്പി തക്കായിട്ട് സമൂസ അങ്ങനെ മന്തിയൊക്കെ നമുക്ക് ഉണ്ടാക്കി നമുക്ക് ബ്ലോഗ് ചെയ്യാം. അത് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയും. ഇൻഷാല്ലാ പിന്നെ ഈ വ്ളോഗ് ചെയ്യാൻ കുറേ 5 മാസം വ്ളോഗ് ചെയ്തിട്ട് സമയം ചാറ്റോണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കാം. നമുക്ക് കട്ട്ലേറ്റ് നമുക്ക് ടിക്കറ്റ് പോവാണേ. അതാണ് ഓക്കെ കൈ കൊല്ല പിന്നെ ഓലാണ്. 1 2 3 സ്റ്റാർട്ട്. ഇനി നമുക്ക് പെയിന്റ് ഇടാം. 1 2 1 4 5 കൈയോടെ നല്ല റെസിപ്പിയായ നമ്മൾ തക്കയിക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അഭിപ്രായം പറയൂ ഗൈസ്. കൈ പൊടി ഗൈസ്, അത് നമുക്ക് വിഷയമല്ല. ഇത് നമുക്കൊന്നും വിഷയമല്ല. ഇതൊക്കെ നമ്മളെ കണ്ടു. റെസിപ്പിയായ തക്ലേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സമൂസക്ക് തക്ലേറ്റ് നിങ്ങൾ 15 രൂപ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ലാഭം കേട്ടോ. തക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്താ പറയുക മൈനസും ഇതൊക്കെയാണ് അടിപൊളി. ടേസ്റ്റ് നോക്കാൻ നമുക്ക് നോമ്പായി പോയി. തക്ലേറ്റിൻ്റെ ടേസ്റ്റ് നോക്കാൻ നമുക്ക് നോമ്പായി പോയി. അതാണ് ഒരു വിഷയം. അല്ലെങ്കിൽ നമുക്ക് നോക്കി പറ്റുന്നതിന് ഓർമ്മ കണ്ടിരിക്കാം. അടിപൊളി തക്ലേറ്റ് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നോക്കാം നമുക്ക് നോക്കാം. ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ തക്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ പാട്ട് കിട്ടണം. അധികം ചൂടാകാൻ പറ്റില്ല, ആദ്യം കഞ്ഞി പോവും. നമുക്കിങ്ങനെ ഇതൊക്കെ ഇടാം. ഒരു നൈറ്റ് നമുക്ക് ഇതൊക്കെ ഇട്ടോ. ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ കേസ് ആദ്യം കുറയ്ക്കണം കേട്ടോ. 1 2 3 അങ്ങനെ നമുക്ക് ഇതൊക്കെ കുറേ ചൂടാക്കാണ്ട് 5 ആയിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ ഉണ്ടാക്കി നമുക്ക് ടേസ്റ്റ് നോക്കണ്ട. നമ്മൾ നോമ്പ് തുറന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ നമുക്ക് ചൂടാക്കാൻ വേണ്ടി നമുക്ക് സ്റ്റോളിൽ നമ്മൾ വെച്ചാൽ നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ബിരിയാണിയും തക്ലേറ്റും നമ്മളൊക്കെ ഉണ്ടാക്കിയത്. ബിരിയാണി ഞാൻ ഉണ്ടാക്കിയല്ല, തക്ലേറ്റ് ഞാൻ ഉണ്ടാക്കിയതാണ്. ബിരിയാണിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതൊക്കെ നമുക്ക് ആക്കാം. നമുക്ക് ആദ്യം ഇതിന് വയ്ക്കാൻ വേണ്ടി ഇനി ഓയിൽ വയ്ക്കണം. ഓക്കെ ഗൈസ്, അത്ര ഉണ്ടാക്കാൻ നമുക്ക് ഓയിൽ വയ്ക്കണം ഗൈസ്. കുറച്ച് ഓയിൽ വെച്ചാൽ മതി, അധികം ആവണ്ട. ഈ ഓയിലൊന്നും നമുക്ക് തലയിലാവാണ്ടില്ല. തലയിലായാൽ പിന്നെ മുടി നടിച്ചു പോകും. അപ്പോൾ സെറ്റിച്ച് കുക്ക് ചെയ്യുക. അപ്പം തലയിലൊക്കെ എന്തെങ്കിലും കൗസോ കയ്യിലൊക്കെ വെക്കണം. നമുക്ക് കുക്കിങ് ചെയ്യാൻ കഴിയും. കുക്കിങ് ചെയ്യാനൊക്കെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതും മടിയായിട്ടോ കളിയാക്കും വിചാരിച്ചാൽ ഒരു കാര്യമില്ല. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു കാര്യമാണ്. ഓക്കെ, 1 2 3 4 5 6. അപ്പോൾ നമ്മൾ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഫുള്ള് വീഡിയോ നമുക്ക് ഇത് കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തക്ലേറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഗൈസ്. തക്ലേറ്റൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ. അടിപൊളി തക്ലേറ്റൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ തക്ലേറ്റാണ്. അടിപൊളി. പിന്നെ നാരങ്ങ എടുത്തോ. നാരങ്ങ നെയ്മാണ്. പിന്നെ ബിരിയാണി ഉണ്ട്. ബിരിയാണി കാണിച്ചു തരാം ഗൈസ്. ബിരിയാണി ഗൈസ്. ഇതാണ് ഗൈസ് ബിരിയാണി ഗൈസ്. ഇതാണ് ബിരിയാണി ഗൈസ്. നമ്മൾ കുക്കിൽ ഉണ്ടാക്കിയാണ് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. പിന്നെ നമ്മൾ ചായ ഉണ്ട്. ചായ ഉണ്ടാക്കാൻ അറിയുന്നതാണ്. ചായ അടിപൊളി ചായ. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ കാരക്ക. ഇതാണ് നമ്മുടെ ബിരിയാണി, ചിക്കൻ ബിരിയാണി മക്കളെ. ബ്യൂട്ടിഫുൾ ബിരിയാണി. അപ്പോൾ നമുക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇതാണ് തനൂസ് വ്ളോഗിൻ്റെ ബിരിയാണി. അപ്പോൾ ഇങ്ങനെയുണ്ട് തനൂസ് വ്ളോഗിനെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നോക്കേ മാർക്കെടുത്ത നോമ്പ് തുറന്നില്ല. ബിരിയാണിയും ചിക്കൻ പൊടിച്ചില്ല. നമ്മുടെ തക്കേറ്റും ഉണ്ട്. പിന്നെ നാരങ്ങയുമുണ്ട്. ഒക്കെയാണ് സ്പെഷ്യൽ. ചെറിയ ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പോൾ തുറന്നിട്ട് കാണാം. 4 3 മിനിറ്റ് കഴിഞ്ഞാൽ നോമ്പ് തുറക്കും. തുറന്നാൽ നമുക്ക് കാണാം ഗൈസ്. പിന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ ബീഫ് അല്ല ചിക്കൻ ഗൈസ്. ചിക്കൻ മസാല. ഇതിങ്ങനെ വട്ടിട്ട് മക്കളെ അടിപൊളിയാണ്.